കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ആ ഗണപതി അമ്പലത്തിൽ പോയിട്ട് ഗണപതിയെ കണ്ട് അനുവാദമൊക്കെ വാങ്ങി നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോവാം. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. ഇതുവരെ അടച്ചിട്ടില്ല, 1:30 അടയ്ക്കും. അപ്പോൾ 1:45 അടയ്ക്കും. അകത്ത് ചുമർ ചിത്രങ്ങളുടെ പെയിൻറ്റിങ് നടക്കുകയാണ്. അത് കാരണമാണ് ഈ 1:30 അടയ്ക്കുന്നത്. ഇനിയിപ്പോൾ 7-ാം തീയതി ഭഗവതി താലപ്പൊലിയാണ് ദേവസ്വത്തിൻ്റെ. അന്നേ ദിവസം 11:30 അടച്ച് 4:30 തുറക്കുക. അപ്പോൾ അത് നമ്മൾ ഭക്തരെല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ആ നേരത്ത് സാധാരണ ദിവസം പോലെ വരണ്ട, അന്നത്തേത് നോക്കിയിട്ട് വന്നാൽ മതി. ദർശനത്തിന് വരുന്ന ആളുകൾ താലപ്പൊലി കാണാം. നേരത്തെ വന്നു വെച്ചിട്ട് കുഴപ്പമില്ല, താലപ്പൊലി കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് തൊഴാൻ പോവാം. അങ്ങനെ ഗോപുരവാതിൽ കടന്ന് നമ്മളിങ്ങനെ അകത്തേക്ക് പോവുകയാണ്. നല്ല തിരക്കായി. അപ്പോൾ നേരെ കൊടിമരം വഴിയാണ് വിടുന്നത്. ടോക്കൻ്റെ തിരക്ക് ഒരു വക, നെയ്വിളക്കിൻ്റെ തിരക്ക് ഒരു വക, ജനറൽ ക്യൂ ഒരു വക, അങ്ങനെ മൂന്നും കൂടി സമന്വയിപ്പിച്ചിട്ടാണ് വിടുന്നത്. എന്തായാലും നമുക്ക് പോയി തൊഴാം. ആരാണ്, ഏത് അവതാരത്തിലാണ് നമ്മളെ കാത്തിരിക്കുന്നത് നോക്കണ്ടേ? അപ്പോൾ നമുക്കങ്ങനെ പോയി ആ ശ്രീകോവിലിൻ്റെ, അതായത് ആ വാതിൽ മാടത്തിൻ്റെ പടി കയറുകയാണ്. പടി കയറുമ്പോൾ തന്നെ അകത്തേക്ക് ഇങ്ങനെ നോക്കാം. അങ്ങനെ അകത്തേക്ക് നമ്മൾ എന്തായാലും നോക്കും. മറ്റെവിടേക്കും നോക്കണേക്കാട്ടിലും ഉപരിയായി ആദ്യം തന്നെ ശ്രീകോവിലിൻ്റെ അകത്തേക്കാണ് നോക്കുക, നമ്മുടെ ഉണ്ണിക്കണ്ണൻ എന്താ കാട്ടണമെന്ന് നോക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കി. സമയത്ത് തന്നെ അവിടുത്തെ ശ്രീകോവിലിൻ്റെ പ്രകാശം ഇങ്ങനെ നമ്മൾക്ക് എത്തുകയാണ്. അവിടെ എത്തിയാൽ തന്നെ ആ പടി ഇങ്ങോട്ട് കടന്നാൽ തന്നെ നമ്മളെ മനസ്സിലെ എല്ലാ ദുഃഖവും പോയി എന്നാണല്ലോ. ആ ഒരു പ്രകാശം നമ്മിലേക്ക് എത്തിയാൽ തന്നെ ഭഗവത് ചൈതന്യം എത്തിയ പോലെയാണ്. ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം, അനുഗ്രഹം നമ്മളിലേക്ക് എത്തുകയാണ്. മറ്റൊന്നും നമുക്ക് ആവശ്യമില്ല. ആ ഒരു ചൈതന്യം മാത്രം കിട്ടിയാൽ മതി എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ അവിടുന്ന് മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിച്ചു, ഇടതുവശത്തേക്ക് നോക്കി. അതേപോലെ വലത്തേ സൈഡിൽ നോക്കിയിട്ട് ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴുതു. അങ്ങനെ നമ്മളിങ്ങനെ നോക്കി വരികയാണ്. അങ്ങനെ നോക്കുമ്പോൾ കാൽത്തളകളൊക്കെ കാണാണ്ട് 2 കാൽപാദങ്ങളിങ്ങനെ കാണുന്നു. അങ്ങനെ പട്ടൊക്കെ ഞൊറിഞ്ഞെടുത്ത്, മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞെടുത്ത് ഇങ്ങനെ ഒരു പൊന്നുണ്ണി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ എത്തി വലിഞ്ഞ് ഒരു കൈകൊണ്ട് ഇങ്ങനെ ആ ഉറിയിന്ന് വെണ്ണ എടുക്കുകയാണ് കേട്ടോ. എന്നേ പതുക്കെ അമ്മ അവിടെ ഇല്ലയെന്നാണ് തോന്നുന്നത്, യശോദാമ്മ അവിടെ ഇല്ലയെന്നാണ് തോന്നുന്നത്. ആ ഉറിയിന്ന് ഒരു ചെറിയ കള്ളച്ചിരിയുമായിട്ട് കള്ളത്തരം കാണിക്കുകയാണ്. ഉറിയിന്ന് ഇങ്ങനെ വെണ്ണ എത്തിച്ചെടുക്കുകയാണ്. അതാണിന്ന് കാണാനുള്ള കാഴ്ച. അലങ്കാര രൂപം വളരെ നന്നായിട്ടുണ്ട്. ചാർത്താണ് ഇന്ന്. മുന്നൂലം ഭവോദിക്കനാണ് ചാർത്തിയിട്ടുണ്ട്. ഭവതാസ്വദിക്കൻ വളരെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള ചാർത്ത് തന്നെയാണ്, ഒരു കുറ്റവും പറയാനില്ല. നേരെ കാണാം. ഓടക്കുഴലൊക്കെ പിടിച്ച്, ഓടക്കുഴലൊക്കെ ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ട്, മറ്റേ കൈ കൊണ്ട് എണ്ണ എത്തിച്ച് വലിഞ്ഞെടുക്കുകയാണ് ഉറിയുന്ന. നല്ല കാഴ്ചയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഗോപീതിലകങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കൈവളകൾ കാണാണ്ട്, അതേപോലെ അരയിലെ കിങ്ങിണി കാണാണ്ട്. ഇന്ന് ഉണ്ടമാല ഒരെണ്ണ ഉള്ളത്, വെളുത്ത പൂവും തെച്ചിയും തുളസിയും കൂടിയും ചാർത്തിയിട്ടുള്ളത്. തിരുമുടിമാലകളുണ്ട്. തിരുമുടിമാലകളൊക്കെ പീലി തിരുമുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. തിരുമുടിമാലകൾ 2 ഉണ്ട്, തെച്ചിയും തുളസിയായിട്ടുള്ളതും തുളസി മാത്രമായിട്ടുള്ളതും വെളുത്ത പൂവും എല്ലാം കൂടി ഉൾപ്പെട്ട ഒരു മാല. അതേപോലെ തിരുമുടി പീലി ഇങ്ങനെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. ഉറി നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഉറി ഇങ്ങനെ കാണുകയാണ്. ഉറിയിലേക്ക് എത്തി വിളിച്ചിങ്ങനെ എടുക്കുകയാണ്. എന്തൊക്കെ എടുക്കുക, വെണ്ണ തന്നെയാവും, അല്ലാതെ വേറെന്താ. നമുക്കും തരും, നമ്മൾ ചോദിച്ചാട്ടോ. എന്തായാലും നല്ലൊരു അലങ്കാരമാണ്. എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഉറിയിൽ നിന്ന് എടുത്ത് വെണ്ണ എടുക്കുകയാണെന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ എല്ലാവരും കണ്ടോളൂ. പിന്നെ വിധാനമായിട്ടൊരു 4 തുളസിമാല ഇങ്ങനെ മേലെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സോപാനപ്പടിയിലാണ്. ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് തൊഴുകയാണ് എന്ന് സങ്കല്പിക്കുക. എല്ലാവരും ഉറക്കെ വിളിച്ചോളൂ മനസ്സിൽ. ഗുരുവായൂരപ്പനെ കണ്ട പ്രതീതിയാവട്ടെ.
അങ്ങനെ നമ്മൾ തൊഴുത് ഇറങ്ങി തിടപ്പള്ളിയിലേക്ക് നോക്കി തൊഴുതു. ഇന്നിപ്പോൾ ശുദ്ധി ഒക്കെ ഉണ്ടായിരുന്നു രാവിലെ, അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്ക് ഉണ്ടായി. ഇന്നലെ ഹിന്ദുക്കൾ കയറി അതിൻ്റെ പുണ്യാഹായി എല്ലാം കൂടി ആകെ പ്രശ്നമായിരുന്നു. അപ്പോൾ ഇന്നലെയും വൈകുന്നേരം രാത്രി 8:30 ആയിട്ടാണ് വീണ്ടും ഇതൊക്കെ ഉണ്ടായത്. അത്താഴ പൂജയ്ക്ക് ശേഷമൊക്കെയാണ്. ഇന്നിപ്പോൾ അതേമാതിരി ശീവേലിയൊക്കെ നേരത്തെയായി. രാവിലെ ഉഷപൂജയൊക്കെ വളരെ നേരത്തെയായി. ശീവേലിയും 6-6:30യുടെ ഉള്ളിൽ ശീവേലിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ആയിരുന്നു ഇന്ന്. പതിവിലും നേരത്തെ 6 മണിക്ക് തന്നെ 6:15 ശീവേലി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പതിവിലും നേരത്തെ, വളരെ നേരത്തെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ഗുരുവായൂരിന്ന്. അങ്ങനെ നമ്മൾ തൊഴുതു. ആ സപ്തമാതാക്കളെയൊക്കെ കണ്ട് ഇങ്ങനെ വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്നു. വിഘ്നേശ്വരനെ കണ്ട് തൊഴുകയാണ്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ടു തൊഴുതു. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതീനെയും ഗണപതിനെയൊക്കെ കണ്ടിങ്ങനെ വരുമ്പോൾ ചെറിയ ഗണപതിയെ കണ്ടു ഒന്ന് തൊട്ട് തലോടി. അമ്പലത്തിൻ്റെ പുറകിലൊന്ന് ചെവിയൊന്ന് മുട്ടിച്ചു എന്ന് പറഞ്ഞ മാതിരി നെറ്റിയൊന്ന് മുട്ടിച്ചു. മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു. മേൽശാന്തിര അവിടുന്ന് പ്രസാദമൊക്കെ മുന്നൂലം ഭഗവതിക്കാനിരിക്കണം, ഭഗവതാസ്വദിക്കാൻ. അപ്പോൾ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നേരെ ആ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അതിനുശേഷം നേരെ തിരിഞ്ഞു നോക്കിയാൽ അനന്തപത്മനാഭസ്വാമി വളരെ ഭംഗിയായിട്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ബ്രഹ്മാവിന് നല്ലൊരു മാല ചാർത്തിയിട്ടുണ്ട്, ചെണ്ടുമല്ലി. അപ്പുറത്ത് വലിയൊരു വെളുത്ത മാല ചാർത്തിയിട്ടുണ്ട്, താമര കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. നിറയെ വിധാനമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടെന്ന് അനന്തപത്മനാഭസ്വാമീനെ. അപ്പോൾ അവിടെ കണ്ടു തൊഴുതു. പിന്നെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ടു. അങ്ങനെ കണ്ടു തൊഴുത് കൃഷ്ണനെയും കണ്ടു, മുരുകനെ കണ്ടു. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയും കണ്ടു തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് ശ്രീകോവിലിൻ്റെ ആ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ നമ്മൾ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് കിടക്കുകയാണ്. അവിടെയല്ലേ നമ്മുടെ താമരക്കണ്ണൻ ഇരിക്കുന്നത്. അങ്ങനെ ആ താമരക്കണ്ണനെ കാണാൻ വേണ്ടി വന്നു. കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ടു തൊഴുതു. മണിക്കിണർ കാണുക, മണിക്കിണർ കണ്ടു തൊഴുതു. അങ്ങനെ നമ്മൾ നോക്കുന്നത് നമ്മുടെ കണ്ണൻ നൃത്തറയിൽ നൃത്തം ചെയ്യുന്നുണ്ടോ എന്നാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അതാ അവിടെ നൃത്തം ചെയ്യുന്നു. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കൂ. ആ കിടാവിളക്ക് ഇങ്ങനെ കത്തുന്നു. ആ തിരിനാളത്തിലേക്ക് നോക്കിയാൽ തന്നെ നമ്മുടെ കണ്ണൻ അവിടെ നൃത്തം ചെയ്യുന്നതായിട്ട് അങ്ങനെ മനസ്സിലേക്ക് തോന്നും. അങ്ങനെ അവിടെ തൊഴുത് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ കുറൂരമ്മേനെയും കൃഷ്ണാട്ടത്തിൻ്റെ രൂപവും നാരദരെയൊക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് നേരെ വടക്കേ നടയിലൂടെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൽ നിന്ന് പ്രസാദം ചന്ദനമൊക്കെ വാങ്ങി ഇനി എടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് പോവാം. അങ്ങനെ വരുമ്പോൾ അവിടെ ഇന്ന് തിരക്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ വന്ന് തൊഴുക. അപ്പോൾ അന്ന് മൊത്തം ഗോളകയാണ്. അപ്പോൾ വേറെ ഒന്നും രൂപമൊന്നും വേറെ അതില്ല. ആ ഗോളക ഇറക്കിയിട്ടുള്ളതുകൊണ്ട് കണ്ണെഴുതിയതും പൊട്ട് തൊട്ടതൊന്നും കാണാനില്ല. അല്ലെങ്കിൽ അങ്ങനെ കണ്ണെഴുതി പൊട്ട് തൊട്ടതൊക്കെ കാണും. പിന്നെ ചുവന്ന പട്ട് ആണ് ഞൊറിഞ്ഞെടുത്തിരിക്കുന്നത് അമ്മ. നിറയെ പൂക്കളുണ്ട്, ചുവന്ന പൂക്കളും എല്ലാം കൂടി ഇങ്ങനെ. അപ്പോൾ അമ്മയെ കണ്ട് തൊഴുക. ഇനിയിപ്പോൾ 7-ാം തീയതി താലപ്പൊലി, അതിൻ്റെ ഒരുക്കത്തിലാണ് അമ്മ. ഭക്തരെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ പുറത്തേക്ക് വരുന്ന ദിവസമാണ്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ട് തൊഴുത് മമ്മിയൂരപ്പനെ കണ്ട് തൊഴാം. നമശിവായ 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 എന്ന് പറഞ്ഞ് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ തൊഴുത് നമ്മൾ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരികയാണ്. അങ്ങനെ കൊടിമരത്തിൻ്റെ അവിടെ ഒന്നുകൂടി ഉള്ളിലേക്ക് നോക്കി നമ്മുടെ ആ ഉറിയൊക്കെ ഉള്ള ആ ഉറിയിൽ നിന്ന് എടുക്കുന്ന കണ്ണനെ, വികൃതിക്കുട്ടനെ കാണണ്ടേ. അങ്ങനെ കണ്ടു തൊഴുതു. കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് തൊഴുതു. അയ്യപ്പസ്വാമിയുടെ അവിടെ വന്ന അയ്യപ്പസ്വാമീനെ കണ്ടു തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ.
അങ്ങനെ അയ്യപ്പസ്വാമീനെയും കണ്ട് തൊഴുത് വലം വെച്ച് പോരുക. അങ്ങനെ പടിഞ്ഞാറ് നടയിലേക്ക് എത്തി. പടിഞ്ഞാറ് നടയിൽ നിന്ന് ദീപസ്തംഭത്തിലെ കണ്ണനെ കാണാം, കൊടിമരത്തിലെ കണ്ണനെ കാണാം. അങ്ങനെ കണ്ട് തൊഴുത് നമ്മളിന്ന് ഉച്ചപൂജ കളഭാലങ്കാരം കണ്ടു. എൻ്റെ കൂടെ എല്ലാവരും വന്ന് കണ്ടു തൊഴുതു കേട്ടോ. അങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വിചാരിക്കുക, ഗുരുവായൂരാണ്. നമ്മൾ പറയുന്ന ഓരോ വാക്കിനൊപ്പവും നമ്മളെ പാദം ചലിക്കുന്നു, നമ്മളെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. ബിംബശുദ്ധിയൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും സമയം വഴുകുകയും ഉദയാസ്തമന പൂജ ഉള്ള ദിവസങ്ങളിൽ തന്നെ സമയം വഴുകുമല്ലോ. അതാണ് ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. ഹരേ കൃഷ്ണ.